കാക്കിക്ക് കരുത്തു ചോരുന്നോ എന്ന ചോദ്യം ബാക്കി നിർത്തിയാണ് 2023 വിട പറയുന്നത്. തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടുമൊക്കെ പോലീസുകാർ ജീവനൊടുക്കിയതിൻ്റെ കാരണം ജോലി സമ്മർദ്ദവും മേലുദ്യോഗസ്ഥരുടെ ശകാരവുമാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ കേരളത്തിൽ മാത്രം 70-ലധികം പോലീസുകാർ ആത്മഹത്യ ചെയ്തു എന്നാണ് കണക്ക്. ഇതിന് പുറമെ കാക്കിക്ക് മേൽ കളങ്കം ചാർത്തിയ നിരവധി സംഭവങ്ങളുമുണ്ട്. മാമ്പഴ മോഷണം, കൈക്കൂലി കേസ്, കസ്റ്റഡി മരണം തുടങ്ങി പോലീസുകാർ തലകുനിച്ച വർഷമായിരുന്നു ഇത്. പഴവർഗ്ഗങ്ങളുമായി ബന്ധപ്പെട്ട് കേരള പോലീസിനെ വാർത്തയിൽ നിറച്ച 2 സംഭവങ്ങൾ 2023 കടന്നു പോകുമ്പോൾ സേന സഞ്ചരിച്ച വഴിയുടെ ചില സൂചനകൾ കൂടി ആകുന്നു അത്. ഒന്ന്, പോലീസ് സേനയെ ആകെ നാണം കെടുത്തിയ പോലീസുകാരൻ്റെ മാമ്പഴ മോഷണം. മറ്റൊന്ന്, തൊഴിൽ ഭാരം സഹിക്കവയ്യാതെ VRSന് പോലും കാത്തു നിൽക്കാതെ ന്യൂസിലാൻഡിൽ പഴവർഗ്ഗങ്ങൾ പാക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് ചേക്കേറിയ തിരുവനന്തപുരം സിറ്റി ട്രാഫിക്കിലെ പോലീസുകാരൻ. ക്രിമിനൽ പശ്ചാത്തലത്തിൻ്റെ പേരിൽ സേനയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവരും ജോലിഭാരം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവരും. പോലീസിലെ ക്രിമിനലുകളും നിഷ്കളങ്കരും നിസ്സഹായരും തമ്മിലുള്ള അകലം കാണിച്ചു തന്ന വർഷം കൂടിയാണ് കടന്നു പോകുന്നത്. മണൽ മാഫിയ ബന്ധം, പോക്സോ കേസ്, വയോധികയ്ക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം ഉൾപ്പെടെ ലൈംഗിക പീഡന കേസുകൾ, ഗുണ്ടാബന്ധം തുടങ്ങി ഒട്ടനവധി സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ 15 പേരെ ഇക്കൊല്ലം മാത്രം പിരിച്ചുവിട്ടു. പിരിച്ചുവിട്ടപ്പെട്ടതിൽ 3 CIമാരുമുണ്ട്. ഗുണ്ടാബന്ധത്തിൻ്റെ പേരിൽ ഒരു DYSP സസ്പെൻഷനിലായി. മകളുടെ ബർത്ത്ഡേ പാർട്ടി ഗുണ്ടകളുടെ ചെലവിൽ ആഡംബര ഹോട്ടലിൽ നടത്തിയെന്നാണ് കണ്ടെത്തിയത്. ഒരേ താവളത്തിൽ സ്ഥിരമായി ഗുണ്ടകൾക്കൊപ്പം മദ്യപിച്ച് നിയമത്തിൻ്റെ വഴിയിൽ നിന്ന് പുറത്തു സഞ്ചരിച്ച പോലീസുകാർക്കും പണിപോയ വർഷമാണ്. ഏറ്റവും കൂടുതൽ പോലീസുകാർ പിരിച്ചുവിടപ്പെട്ട വർഷം കൂടിയാണ് 2023. പോലീസ് ആസ്ഥാനം സ്വന്തം നിലയ്ക്ക് തയ്യാറാക്കിയ 90 പേരുടെ പട്ടികയിൽ നിന്ന് പിരിച്ചുവിടൽ നടക്കുന്നു. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ എന്ന് കണ്ടെത്തി ജില്ലാ പോലീസ് മേധാവിമാർ നൽകിയ 58 പേരുടെ മറ്റൊരു പട്ടികയുമുണ്ട്. ഈ പട്ടികയിൽ നിന്നും പിരിച്ചുവിടൽ നടക്കുന്നുണ്ട്. പിരിച്ചുവിടപ്പെട്ടതിൽ പോക്സോ കേസിൽ അറസ്റ്റിലായ യുവാവിനെ ലൈംഗികമായി പീഡിപ്പിച്ച ഉദ്യോഗസ്ഥനുമുണ്ട്. ഇതിനൊരു മറുവശവും ഉണ്ട്. കഠിനമായ ജോലിഭാരം മൂലം ജീവനൊടുക്കുകയോ തൊഴിൽ ഉപേക്ഷിച്ചു പോവുകയോ ചെയ്യുന്ന പോലീസുകാർ. പ്രതിപക്ഷം ശരാശരി 15 പോലീസുകാരെങ്കിലും ആത്മഹത്യ ചെയ്യുന്ന നാടായി കേരളം മാറി. 2019 18 പേർ, 20 10 പേർ, 21 8 പേർ, 22 20 പേർ, 23 13 പേർ. 2023 ഒക്ടോബറിൽ മാത്രം 3 പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്തു. എല്ലാവരുടെയും കാര്യം ശരിയാക്കാൻ ഓടി നടക്കുന്ന പോലീസുകാരൻ്റെ ഗതികേടിൻ്റെ കണക്ക് കൂടിയാണ് ഈ ആത്മഹത്യാ നിരക്ക് ചൂണ്ടിക്കാട്ടുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുന്നുള്ള സ്റ്റാഫ് പാറ്റേണാണ് ഇപ്പോഴും പിന്തുടരുന്നത്. എന്നാൽ ചെയ്യേണ്ട ജോലികളുടെ എണ്ണം വല്ലാതെ വർദ്ധിക്കുകയും ചെയ്തു. ജോലിഭാരത്തിന് പുറമെ മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനം കൂടിയാകുമ്പോൾ ആകെ തകർന്നു പോകുന്ന പോലീസുകാർ. ഇതിനു പുറമെ സാമ്പത്തിക ബാധ്യതയും രോഗവും അലട്ടുന്നവരും ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നുണ്ട്. VRSനുള്ള 800-ലധികം അപേക്ഷകൾ ഇപ്പോൾ തന്നെ പരിഗണന കാത്തുകിടക്കുകയാണ്. കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനായി ഇത്തരം അപേക്ഷകളിൽ വേഗത്തിലുള്ള നടപടിയെടുക്കുന്നില്ല. ആ സാഹചര്യത്തിലാണ് VRSന് പോലും കാത്തു നിൽക്കാതെ പോലീസുകാർ ലീവെടുത്ത് അന്യനാടുകളിലേക്ക് ജോലി തേടി പോകുന്നത്. അതിൽ ഒരാൾ മാത്രമാണ് ന്യൂസിലാൻഡിൽ പഴവർഗ്ഗങ്ങൾ പാക്ക് ചെയ്യുന്ന കമ്പനിയിലേക്ക് ജോലി തേടിപ്പോയ തിരുവനന്തപുരത്തെ പോലീസുകാരൻ. അമിത സമ്മർദ്ദവും ജോലിഭാരവും കുറയ്ക്കുന്നതിനുള്ള പരിഹാരക്രിയകളും ഇക്കൊല്ലം തന്നെ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി കൗൺസലിംഗ് നൽകണമെന്നതാണ് പ്രധാന നിർദ്ദേശം. കുടുംബാംഗങ്ങളുടെ ജന്മദിനം, വിവാഹാവശ്യങ്ങൾ തുടങ്ങിയ സമയങ്ങളിൽ അവധി അനുവദിക്കണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും യോഗ ചെയ്യണമെന്ന നിർദ്ദേശവുമുണ്ട്. ജീവിതശൈലീ രോഗങ്ങൾ കണ്ടെത്തുന്നതിനും ചികിത്സ ഉറപ്പാക്കുന്നതിനും മേലുദ്യോഗസ്ഥർ മുൻകൈയെടുത്ത് നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശവും നൽകി. പോലീസിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ എണ്ണം കുറഞ്ഞതും മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം കിട്ടുന്നതുമായ 2024 നമുക്ക് ലഭിക്കുമോ? ഇക്കാര്യങ്ങളിൽ ദിശ തെറ്റാതെ ആഭ്യന്തര വകുപ്പ് സഞ്ചരിച്ചാൽ പ്രതീക്ഷ സാധ്യമാവുക തന്നെ ചെയ്യും.